ഇപ്പം റിസേർച്ച് എന്താണ് റിസേർച്ച് എന്ന് ഇന്നലെ ജസ്റ്റ് പറയണ്ടായി. അതായത് ഇറ്റ്സ് ദ കണ്ടിന്യൂസ് സെർച്ച്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എൻഡ്ലെസ് ക്വസ്റ്റ് ഫോർ നോളജ് ഓർ അൺഎൻഡിങ് സെർച്ച് ഫോർ ട്രൂത്ത് ആണെന്ന് പറഞ്ഞു. അപ്പം അതായത് നമുക്ക് എങ്ങനെയൊക്കെ പുതിയ ന്യൂ നോളജ് അക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ന്യൂ നോളജിനെ അക്യൂർ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സാണ് റിസേർച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം പിന്നെ പറഞ്ഞത് എന്താണ്, പ്ലസ് സെർച്ചാണ്. എന്ന് പറഞ്ഞാൽ അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മളത് അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് റിസേർച്ചിൽ വരുന്നത്. അപ്പോൾ റിസേർച്ച് എന്ന് പറയുമ്പോൾ കെയർഫുൾ, സിസ്റ്റമാറ്റിക്, പേഷ്യൻറ്റ് സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ സം ഫീൽഡ് ഓഫ് നോളജ് അണ്ടർടേക്കൺ ടു എസ്റ്റാബ്ലിഷ് ഫാക്ട്സ് ഓർ പ്രിൻസിപ്പിൾസ്. അപ്പം നമുക്ക് ഏതൊരു ഫീൽഡിലാണോ നമ്മളൊരു റിസേർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്, അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലും നമുക്കെന്താണ് ഒരുപാട് വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് സോ മെനി ഫാക്ട്സ് ഓർ പ്രിൻസിപ്പിൾസ്. അപ്പം അങ്ങനെ അത്തരത്തിൽ ഫാക്ട്സോ പ്രിൻസിപ്പിൾസോ ഒക്കെ നമ്മളായിട്ട് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ദ റിസേർച്ച് മസ്റ്റ് ബി എ കെയർഫുൾ, സിസ്റ്റമാറ്റിക്, പേഷ്യൻറ്റ് സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം അത്തരത്തിലുള്ള ഒരു സ്റ്റഡിയാണ് ആ റിസേർച്ചിലൂടെ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഫസ്റ്റ് ജെ ഡബ്ല്യു ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോൺ ഡബ്ല്യു ബെസ്റ്റ് ആണ്. അപ്പം ഈ ഒരു റിസേർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് മെയിനായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു ബുക്കിൻ്റെ പേരാണ് ജോൺ ഡബ്ല്യു ബെസ്റ്റ് ആൻഡ് ജെയിംസ് വി ഖാൻ, അതായത് ബെസ്റ്റ് ആൻഡ് ഖാൻ എന്നെപ്പോഴും ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. അപ്പം അവരുടെ ഒരു ബുക്കുണ്ട്, അതായത് റിസേർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം ആ ബുക്ക് എഴുതിയ ഫസ്റ്റ് ആളാണ് ജോൺ ഡബ്ല്യു ബെസ്റ്റ്. അപ്പം ജോൺ ഡബ്ല്യു ബെസ്റ്റിൻ്റെ ആ ഒരു റിസേർച്ചിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി മോർ ഫോമൽ, സിസ്റ്റമാറ്റിക്, ഇൻറ്റൻസീവ് പ്രോസസ് ഓഫ് ക്യാരിങ് ഓൺ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പം റിസേർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. നമുക്കെന്താണ് ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നൊരു പ്രോസസ്സൊന്നും അല്ല. അപ്പം അത്തരത്തിലുള്ള ആ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമലാണ്. ഇപ്പം ഒരിക്കലും നമുക്കൊരു റിസേർച്ച് എന്ന് പറയുന്ന ഇൻഫോർമൽ സെറ്റിംഗ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഫോമലായിട്ടുള്ളൊരു വേയിൽ തന്നെയാണ് റിസേർച്ച് നടത്തുന്നത്. അതുപോലെ ഇത് സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അല്ലേ? അപ്പം അതിന് ഓരോ പെർട്ടിക്കുലർ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് വഴി മാത്രമേ നമുക്ക് ആ ഒരു റിസേർച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് റിസേർച്ച് ഈസ് മോർ ഫോമൽ, സിസ്റ്റമാറ്റിക്, ഇൻറ്റൻസീവ് പ്രോസസ് ഓഫ് ക്യാരിങ് ഓൺ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പോൾ നമുക്ക് ആ ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ മാത്രമേ ആ ഒരു പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോസസ് ഓഫ് ക്യാരിങ് ഓൺ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. അപ്പോൾ റിസേർച്ച് എന്ന് പറയുമ്പോൾ ഫോമലാണ്, സിസ്റ്റമാറ്റിക്കാണ്, അതുപോലെ ഇൻറ്റൻസീവ് പ്രോസസ് ഓഫ് ക്യാരിങ് ഓൺ ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പം ആ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം കൂടിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മോർ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, usually resulting in some sort of formal record of procedure and a report of റിസൾട്ട്സ് ഓർ കൺക്ലൂഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിസേർച്ചിൽ മോർ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഫോമലാണ്, സിസ്റ്റമാറ്റിക്കാണ്, അതുപോലെ ഇൻറ്റൻസീവ് പ്രോസസ്സൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ മോർ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മാനറിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ സം സോർട്ട് ഓഫ് ഫോർമൽ റെക്കോർഡ് ഓഫ് പ്രൊസീജിയർ. അപ്പം നമുക്കെന്താണ് ചില സെർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ചില പ്രത്യേകം വഴികളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ഫോർമൽ വേയിലാണ് നമുക്ക് ഈ ഒരു റിസർച്ച് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനുള്ളത്. അപ്പം അത്തരത്തിൽ റിസൾട്ടിങ് ഇൻ സം സോർട്ട് ഓഫ് ഫോർമൽ റെക്കോർഡ് ഓഫ് പ്രൊസീജിയർ ആൻഡ് റിപ്പോർട്ട് ഓഫ് റിസൾട്ട്സ് ഓർ കൺക്ലൂഷൻസ്. അപ്പം എന്നിട്ട് ഇപ്പം ഇത്തരത്തിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലൂടെ കടന്നു പോകുമ്പോൾ വി വിൽ ഗെറ്റ് എ റിപ്പോർട്ട് ഓഫ് റിസൾട്ട്സ് ഓർ കൺക്ലൂഷൻസ്. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എന്താണോ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ആപ്റ്റായിട്ടുള്ള റിസൾട്ട്സും അതുപോലെ നമുക്ക് എന്താണ് ഓരോ കൺക്ലൂഷനിലും നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാനായിട്ടും പറ്റും. അപ്പം റിസർച്ച് എന്ന് പറഞ്ഞാൽ കൺസിഡേർഡ് ടു ബി മോർ ഫോമൽ, സിസ്റ്റമാറ്റിക്, ഇൻറ്റൻസീവ് പ്രോസസ് ഓഫ് ക്യാരിങ് ഓൺ ദ സയൻറ്റിഫിക് മെത്തേഡ്
മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഫോമൽ, സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻറ്റൻസീവ് പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് എ മോർ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണുള്ളത്, അല്ലാണ്ട് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിലല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് തന്നെ ദാറ്റ് റിസൾട്ട് ഇൻ സം സോർട്ട് ഓഫ് ഫോമൽ റെക്കോർഡ് ഓഫ് പ്രൊസീജിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോമൽ റെക്കോർഡ് ഓഫ് പ്രൊസീജിയറും അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് റിസൾട്ട്സ് ഓർ കൺക്ലൂഷനിലാണ് അത് നമ്മളെ എത്തിക്കുന്നത്. ഇൻ 1994 ബേൺസ് എങ്ങനെയാണ് റിസർച്ചിനെ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ആൻസേഴ്സ് ടു എ പ്രോബ്ലം, അല്ലേ. അപ്പോൾ നമുക്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ ദർ മസ്റ്റ് ബി എ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല എങ്കിൽ നമുക്കതിനൊരു സൊല്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അത്തരത്തിൽ നമുക്ക് ഉള്ള ആ ഒരു പ്രോബ്ലത്തിന് വേണ്ട ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമുക്കതിനൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനാണ് റിസർച്ച് എന്ന് ബേൺസ് പറയണ്ടായി. ദെൻ ക്ലിഫ് വേർഡി പറയുന്നത്, റിസർച്ച് ഈസ് എ കെയർഫുൾ ഇൻക്വയറി ഓർ എക്സാമിനേഷൻ ഇൻ സീക്കിംഗ് ഫാക്ട്സ് ഓർ പ്രിൻസിപ്പിൾസ്, എ ഡിലിജൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടു അസർട്ടൈൻ സംതിങ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എന്താണ്, ഇൻക്വയറി, കെയർഫുൾ ഇൻക്വയറി ഓർ എക്സാമിനേഷൻ ആണ്, അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള കെയർഫുൾ ഇൻക്വയറി ആൻഡ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഇൻ സീക്കിംഗ് ഫാക്ട്സ് ഓർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്ക് ആ ഫാക്റ്റ്, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഫാക്ട്സും പ്രിൻസിപ്പിൾസും ഒക്കെ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കെയർഫുൾ ഇൻക്വയറി അല്ലെങ്കിൽ എക്സാമിനേഷനാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്, ആ ഒരു റിസർച്ചിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റിസർച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മതിയല്ലോ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത്. അപ്പം ആ ഒരു സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലത്തിലേക്കാണ് ഒരു റിസർച്ച് എപ്പോഴും നമ്മളെ നയിക്കുന്നത്. ദെൻ റിസർച്ച് എംഫസൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻസ്, പ്രിൻസിപ്പിൾസ് ഓർ തിയറീസ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ അക്കറൻസസ്. അപ്പം നമുക്കിപ്പം ഒരു ഫെൽറ്റ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു ആവശ്യം വരുമ്പോഴാണ് ഒരു റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദാറ്റ് എംഫസൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻസ്. അപ്പം നമുക്ക് ആ ഒരു റിസർച്ചിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമുക്ക് ആ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ സെർട്ടൻ പ്രിൻസിപ്പിൾസിലേക്കായിരിക്കും, അല്ലെങ്കിൽ തിയറീസിലേക്കായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ പ്രിഡിക്റ്റിംഗ് ഫ്യൂച്ചർ അക്കറൻസസ്. അപ്പം അതുപോലുള്ള സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇനി ഫ്യൂച്ചറിൽ ഒക്കർ ചെയ്യുമ്പോൾ അപ്പം അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഉള്ള സൊല്യൂഷൻസാണ് നമ്മുടെ ഒരു റിസർച്ച് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ഓർ എംപിരിക്കൽ എവിഡൻസ്. അപ്പോൾ നമുക്കത് ഒബ്സർവബിൾ എക്സ്പീരിയൻസിൻ്റെ ബേസിലും അതുപോലെ എംപിരിക്കൽ എവിഡൻസിൻ്റെ ബേസിലൊക്കെയാണ് ഈ ഒരു റിസർച്ച് ആ ഒരു റിസർച്ചിൻ്റെ ബേസ് ഉള്ളത്. റിസർച്ച് ഡിമാൻഡ്സ് ആക്യുറേറ്റ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു റിസർച്ച് ആണെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷൻ അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനും ഒക്കെ ആവശ്യമാണ്. ദെൻ റിസർച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പേഷ്യൻ്റ് ആൻഡ് അൺഹറീഡ് ആക്ടിവിറ്റി. അപ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് പേഷ്യൻസ് അത്യാവശ്യമാണ്, അതുപോലെ ഹറിബറിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസും വേണം, അതുപോലെ അൺഹറീഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയുമാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. അപ്പം നമ്മൾ ഓരോ സ്റ്റേജും വി ഹാവ് ടു റെക്കോർഡ് കെയർഫുള്ളി. അപ്പം അതുപോലെ റിപ്പോർട്ട് ചെയ്യും, വി ഹാവ് ടു റിപ്പോർട്ട് കെയർഫുള്ളി. അപ്പം നമ്മളത് ഒരു കാര്യവും വിട്ടു പോകാണ്ട്, ഇപ്പം ഒരു സയൻസിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന അതേ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ ഏതൊരു റിസർച്ചും കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം സയൻസിലൊക്കെ ആണെങ്കിൽ ലാബ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ അത്രത്തോളം കെയർഫുള്ളായിട്ടല്ലേ, ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒബ്സർവേഷൻസ് ആണെങ്കിലും എന്തെങ്കിലും ഇപ്പം ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അത്രത്തോളം വിജിലൻ്റായിട്ട് നിന്നിട്ടാണ് ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. ദെൻ റിസർച്ച് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് ന്യൂ ഡേറ്റ ഫ്രം പ്രൈമറി ഓർ ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് ഓർ യൂസിങ് എക്സിസ്റ്റിംഗ് ഡേറ്റ ഫോർ എ ന്യൂ പർപ്പസ്. അപ്പം നമുക്ക് റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ. അപ്പം അത്തരത്തിൽ പുതിയതായിട്ടുള്ള ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള ഡേറ്റാസാണ് പ്രൈമറി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് എന്നൊക്കെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഡേറ്റ ഉണ്ട്, അപ്പം ആ ഡേറ്റയിൽ നിന്നും ആവശ്യമുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതായത്
അതൊക്കെ സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡേറ്റ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ ഗവൺമെൻറ് റിലീസ് ചെയ്യുന്ന ഇപ്പം ഈ കോവിഡിൻ്റെ കേസാണെങ്കിലും അപ്പം അവർ പറയുന്ന ആ ഒരു കണക്കുണ്ടല്ലോ, ഇപ്പം ഇത്ര നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറപ്പെടുവിക്കുന്ന ആ ഒരു ബുള്ളറ്റിൻ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം പാസ് പെർസെൻറ്റേജ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഇയറിൽ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ് ഔട്ടായി, അപ്പം അത്തരത്തിലുള്ള ഡേറ്റാസൊക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്താണ് പുതുതായിട്ട് ഒരു ഡേറ്റ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റിസർച്ചിന് മസ്റ്റായിട്ട് എന്തായാലും നമുക്ക് കുറേ ഡേറ്റ വേണം. അപ്പോൾ ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ ദറ്റ് മസ്റ്റ് ബി ഫ്രം പ്രൈമറി ഓർ സെക്കൻഡറി സോഴ്സസ് ആണ്. ദെൻ റിസർച്ച് റിക്വയർസ് എക്സ്പെർട്ടൈസ്, അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെർട്ടൈസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് കൊണ്ട് തന്നെ മെയിൻ ചെയ്യുന്നത് നിങ്ങളിൽ. Then research strives to be objective and logical, applying every possible test or test to validate the procedures employed, the data collected and the conclusions reached. അപ്പം റിസർച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്ട്രൈവ്സ് ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ. അപ്പം എപ്പോഴും നമുക്ക് എന്താണ് ആ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് റിസർച്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒബ്ജക്റ്റിവിറ്റിയും അതുപോലെ ഒരു ലോജിക്കൽ അപ്രോച്ചും ഒക്കെയാണ് നമുക്ക് ഈ ഒരു റിസർച്ചിൽ വേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ എവറി പോസിബിൾ ടെസ്റ്റ് ടു വാലിഡേറ്റ് ദ പ്രൊസീജിയേഴ്സ് എംപ്ലോയിഡ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്, അതൊക്കെ എന്താണ് ഒരു വാലിഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ നമുക്ക് വേണ്ടത്. ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ അല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ടൂളും കാര്യങ്ങളൊക്കെയാണ് ഒരു റിസർച്ചിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം അതുപോലെ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണെങ്കിലും കൺക്ലൂഷൻസിൽ അതൊക്കെ എന്താണ് വാലിഡിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ക്യൂസ് ഫോർ ആൻസേഴ്സ് ടു അൺസോൾവ്ഡ് പ്രോബ്ലംസ്. അപ്പം നമുക്കെന്താണ് അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം. അപ്പം അത്തരത്തിൽ ഇറ്റ് ഈസ് ദ ക്വസ്റ്റ് ഫോർ ആൻസേഴ്സ്. അപ്പോൾ നമുക്ക് അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഉള്ള ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു ക്വസ്റ്റാണ് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ ഓഫ് ഗുഡ് റിസർച്ച്. അപ്പം എന്ത് കാര്യത്തിൽ നമുക്ക് എന്താണ് ഒരു നല്ലൊരു റിസർച്ച് ആകാൻ എന്തൊക്കെയാണ് അവിടുത്തെ മെയിൻ ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പർപ്പസ് ഓഫ് റിസർച്ച് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് കോമൺ കോൺസെപ്റ്റ്സ് യൂസ്ഡ് ഷുഡ് ബി ഓപ്പറേഷണലി ഡിഫൈൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്താലും അതിനെന്താണ് ക്ലിയർ ആയിട്ടൊരു പേർപ്പസ് വേണം, അല്ലേ? അപ്പം അത്തരത്തിലുള്ള എന്താണ് നമ്മളുടെ ആ ഒരു റിസർച്ചിൻ്റെ പേർപ്പസ് എന്നുള്ളത് വി ഹാവ് ടു ഡിഫൈൻ ക്ലിയർലി. അപ്പം നമ്മൾ തന്നെ അത് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല. സോ വി ഹാവ് ടു ഡിഫൈൻ ദ പേർപ്പസ് ഓഫ് ദ റിസർച്ച് ക്ലിയർലി. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം നമ്മളെപ്പോഴും ഓർക്കാനുള്ളത്. എന്തിനു വേണ്ടി ഞാൻ ഈ റിസർച്ച് ചെയ്യുന്നു എന്നുള്ള പേർപ്പസ് ദാറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ആൻഡ് കോമൺ കോൺസെപ്റ്റ്സ് യൂസ്ഡ് ഷുഡ് ബി ഓപ്പറേഷണലി ഡിഫൈൻഡ്. അതുപോലെ ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ എന്താണ് കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണ്, അപ്പോൾ ഒരു അക്കാഡമിക് അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റഡി ഇപ്പം സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിലുള്ള കുട്ടികളുടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനെ കുറിച്ച് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്. അപ്പം എന്താണ് അവിടെ നമ്മൾ ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് അങ്ങനെയുള്ള വേരിയബിൾസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പെർട്ടിക്കുലർ ആ ഒരു സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വി ഹാവ് ടു ഡിഫൈൻ ഓപ്പറേഷണലി. അപ്പം നല്ലൊരു റിസർച്ച് ആകണമെങ്കിൽ ദ പേർപ്പസ് ഓഫ് ദ റിസർച്ച് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ദ കോമൺ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറേഷണലി ഡിഫൈൻഡ് ആയിരിക്കണം. അടുത്ത പോയിൻ്റ് ദ റിസർച്ച് പ്രൊസീജിയർ ഷുഡ് ബി പ്രിസൈസ്ലി പ്ലാൻഡ്, അല്ലേ? അപ്പം നമുക്ക് ആ ഒരു റിസർച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അത്തരത്തിലുള്ളൊരു പ്ലാനൊക്കെ നമുക്കെന്താണ് ഫസ്റ്റ് തന്നെ അതൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ ഒരു ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും അതിന് എന്തൊക്കെ പ്ലാനിങ് ആവശ്യമാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം എന്ത് കാര്യം ആ ഒരു സക്സസ്സിൽ എത്തിക്കണമെങ്കിൽ വി മസ്റ്റ് ഹാവ് എ സെർട്ടൻ പ്ലാൻസ്, അല്ലേ? വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ആക്ടിവിറ്റിയും നമുക്ക് അതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് റിസർച്ച് ആ ഒരു റിസർച്ച് പ്രൊസീജിയർ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്രിസൈസ്ലി പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം.
ദെൻ ഫോക്കസ്ഡ് ആൻഡ് അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്രൈബ്ഡ്. അപ്പം ഇൻ ഓർഡർ ടു എനേബിൾ അതർ റിസർച്ചർ ടു ഡു റിസർച്ച് ഫോർ ഫർദർ അഡ്വാൻസ്മെൻറ്റ്. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസർച്ച് കണ്ടക്ട് ചെയ്തു. അപ്പം ആ ഒരു റിസർച്ചിൽ നിന്നും മറ്റൊരാൾക്ക് അതിൻ്റെ ഫർദർ ആയിട്ടുള്ളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഫോക്കസ്ഡ് ആൻഡ് അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്രൈബ്ഡ്. അപ്പം നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് പ്രോപ്പർലി so as to enable another researcher to do the research for further advancement. അപ്പം നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പല പല ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യുകയാണ്, അതായത് എന്താണ്, ചെറിയ കുട്ടികളാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്, ആ ഒരു മദർ ടങ് ആണോ അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ആണോ കുട്ടികളിൽ കൂടുതലെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. അപ്പോൾ ആ സെയിം സ്റ്റഡി തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ കണ്ടക്ട് ചെയ്യാം, അല്ലേ? ഇപ്പം നമ്മളിപ്പം മലയാളി കുട്ടികളുടെ ഇടയിൽ കണ്ടക്ട് ചെയ്തു. അപ്പം അത് തന്നെ സെയിം എന്താ, തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളിൽ കണ്ടക്ട് ചെയ്യാം. ദെൻ എന്താണ്, ഇതിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളിൽ കണ്ടക്ട് ചെയ്തു. ഇനിയിപ്പം ഒരു എന്താണ് LP ആ ഒരു ലെവലിലുള്ള കുട്ടികളിൽ എങ്ങനെയായിരിക്കും, പിന്നെ UP സെക്ഷനിൽ എങ്ങനെയായിരിക്കും, ഹൈസ്കൂളിൽ എങ്ങനെയായിരിക്കും, ഹയർ സെക്കൻഡറിയിൽ എങ്ങനെയായിരിക്കാം, ഡിഗ്രി ലെവലിൽ എങ്ങനെയായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് പല സ്റ്റേജസ് അല്ലെങ്കിൽ പല ലെവൽസിൽ ആ ഒരു സ്റ്റഡി തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് ഇപ്പം ഞാനാണ് ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തതെങ്കിൽ എനിക്ക് മാത്രമല്ല അതിൻ്റെ പല സ്റ്റേജസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് പലർക്കും ചെയ്യാൻ പറ്റും. ഇപ്പം വേറെ ആർക്കെങ്കിലും അത് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. സോ അത് ദാറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ ഡിസ്ക്രൈബ്ഡ് ഇൻ അവർ സ്റ്റഡി. അപ്പം എന്നിരുന്നാൽ മാത്രമേ, നമ്മളിപ്പോൾ നന്നായിട്ട് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ വേറൊരാൾക്കത് എന്താണ് ഫർദർ അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ റിസർച്ച് ഡിസൈൻ ഷുഡ് ബി കെയർഫുള്ളി പ്ലാൻ ടു ജനറേറ്റ് റിസൾട്ട്സ് ടു മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി. അപ്പം നമുക്കെന്താണ്, ഇതിപ്പോൾ ഇപ്പോൾ ഒരാളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്താൽ എല്ലാം അയാളുടെ ആ ഒരു പേഴ്സണൽ ആ ഒരു വ്യൂ പോയിൻറ്റിലല്ല നമുക്ക് ചെയ്യേണ്ടത്. അപ്പം കെയർഫുള്ളി പ്ലാൻ ടു ജനറേറ്റ് റിസൾട്ട്സ് ടു മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി. ഇപ്പം നമുക്ക് ഒബ്ജക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു റിസർച്ച് ഡിസൈൻ ആയിരിക്കണം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. Then the research report should be as much as possible frank enough to gauge effects of the findings. അപ്പം അവർ എന്താണ്, റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും അതെന്താണ്, ഫ്രാങ്ക് ആയിട്ടുള്ളൊരു കാര്യം ആയിരിക്കണം. അപ്പം ആ ഒരു എന്താണ്, നമുക്ക് ആ ഒരു ഫൈൻഡിങ്സൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ആയിരിക്കണം. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് വായിക്കുമ്പം എല്ലാവർക്കും അത് ക്ലിയർ ആകണം, എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചത്, എന്തൊക്കെ റിസൾട്ട്സ് ആണ് അതിന് വന്നത് എന്നുള്ളത് മനസ്സിലാകുന്ന രീതിയിലുള്ളത്, നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈൻഡിങ്സൊക്കെ ആകണം നമ്മുടെ ആ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ ഡേറ്റ അനാലിസിസ് ഇൻ ദ റിസർച്ച് റിപ്പോർട്ട് ഷുഡ് ബി ആഡിക്വേറ്റ് ടു റിവീൽ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ദ മെത്തേഡ് ഓഫ് അനാലിസിസ് എംപ്ലോയിഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഡേറ്റ ഷുഡ് ബി എക്സാമിൻഡ് കെയർഫുള്ളി. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു റിസർച്ചിൻ്റെ പല സ്റ്റേജസിന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഡേറ്റ അനാലിസിസ്, ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഡേറ്റയൊക്കെ ഗ്യാദർ ചെയ്യും. ആ ഗ്യാദർ ചെയ്യുന്ന ഡേറ്റ നമുക്ക് കയ്യിൽ അങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് വഴി അതിനെയൊക്കെ അനലൈസ് ചെയ്തെടുക്കും. അപ്പം അങ്ങനെ അനലൈസ് ചെയ്യുന്ന ഡേറ്റ അത് നമുക്കെന്താണ്, റിസർച്ച് റിപ്പോർട്ടിൽ അത് വരുമ്പോഴത്തേക്ക് ദാറ്റ് ഷുഡ് ക്ലിയർലി or adequately reveal its significance and the methods of analysis. അപ്പോൾ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണോ നമുക്ക് കിട്ടിയ ഡേറ്റയെ അനലൈസ് ചെയ്തത്, അതുപോലെ എന്താണോ ഈ ഒരു ഡേറ്റയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഈ ഒരു അനാലിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അപ്പം അതുപോലെ എന്താണ് ഇതിൻ്റെ ആ ഒരു വാലിഡിറ്റി എന്താണ്, റിലയബിലിറ്റി എന്താണ്. അപ്പം അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്താണ് കെയർഫുള്ളി എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡേറ്റ അനാലിസിസ് അവിടെ കൊണ്ടുവരേണ്ടത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഗുഡ് റിസർച്ച്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും അതിന് സെർട്ടൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ. അപ്പം അതുപോലെ ഒരു നല്ലൊരു റിസർച്ച് ആകണമെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് ദ ഫിനോമിനൻ ഓർ അച്ചീവ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ടു ഇറ്റ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പുതുതായിട്ടുള്ള കാര്യം വരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഫെമിലിയാരിറ്റി കൊണ്ടുവരാൻ, അതുപോലെ ന്യൂ ഇൻസൈറ്റ്സ്, അപ്പം പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഹെൽപ്ഫുള്ളാണ്. ദെൻ to portray accurately the characteristics of a particular individual, situation or group. അപ്പം എന്തെങ്കിലും
ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയൊക്കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസർച്ച് ഹെൽപ്ഫുള്ളാണ്. ടു ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓർ വിത്ത് വിച്ച് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് എൽസ്. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അപ്പം നമുക്കിപ്പം സൈക്കോളജിക്കൽ ആസ്പെക്ട്സും ഒക്കെ ഇപ്പം എന്താണ് ആ ഒരു ലെവൽ ഓഫ് മോട്ടിവേഷനും നമ്മുടെ അച്ചീവ്മെൻറ്റും ഒക്കെ റിലേറ്റഡ് ആണെന്നൊക്കെ നമുക്കറിയാമല്ലേ. അപ്പം അത്തരത്തിലുള്ള എങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അസോസിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു റിസർച്ച് ഹെൽപ്ഫുള്ളാണ്. ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ഓഫ് എ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പം ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം അച്ചീവ്മെൻറ്റും അതുപോലെ മോട്ടിവേഷനും. അപ്പം നമുക്കെന്താണ് മോട്ടിവേഷൻ കൂടുന്നതനുസരിച്ച് അച്ചീവ്മെൻറ്റ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ. അപ്പം അത്തരത്തിലുള്ള ആ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഇപ്പം ഒരെണ്ണം കൂടുന്നതനുസരിച്ച് മറ്റത് കൂടുന്നോ കുറയുന്നോ അല്ലെങ്കിൽ അപ്പോൾ തമ്മിൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു നല്ലൊരു റിസർച്ച് ഹെൽപ്ഫുള്ളാണ്. ദെൻ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. അപ്പം നല്ലൊരു റിസർച്ച് ആകണമെങ്കിൽ അതിന് സർട്ടൻ ക്വാളിറ്റീസൊക്കെ വേണം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. ഇപ്പോൾ ഒരു ഗുഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലാണ്. അപ്പോൾ നമ്മളത് ആദ്യമേ പറഞ്ഞാണ് അല്ലേ. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേയിലൂടെയാണ് ഒരു റിസർച്ച് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതായത് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. നമുക്ക് എന്താണ് ഒരു സ്പെസിഫൈഡ് സീക്വൻസിലൂടെയാണ് നമുക്കൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എന്താണ് ആ ഒരു റിസർച്ചിൻ്റെ ക്രിയേറ്റീവ് തിങ്കിങ് ആണെങ്കിലും അതുപോലെ നമുക്കിവിടെ മെയിനായിട്ട് നമ്മുടെ ആ ഒരു ഗസ്സിങ് പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കണം. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പം ആ ഒരു സെർട്ടൻ സ്റ്റെപ്സിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗുഡ് റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണെന്ന് പറയുന്നത്. അപ്പം സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഒരു ഗസ്സിങ് ഇൻറ്റ്യൂഷൻ അങ്ങനെയുള്ള പാർട്സൊക്കെ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ദെൻ ഗുഡ് റിസർച്ച് ഈസ് എംപിരിക്കൽ. അതായത് എന്താണ് എവിഡൻസ്. ഇപ്പം എവിഡൻസിൻ്റെ ബേസിലാണ് നമ്മളിപ്പം എന്തൊക്കെ എവിഡൻസ് ഗ്യാദർ ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നോ അതിൻ്റെ ആ ഒരു ബേസിസിലായിരിക്കണം നമ്മുടെ ആ ഒരു റിസർച്ചിൻ്റെ ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം എക്സ്റ്റേണൽ എബിലിറ്റി ടു റിസർച്ച് റിസൾട്ട്സ്. അപ്പം നമുക്കെന്താണ് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്കെന്താണ് ആ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് അത്രത്തോളം കറക്റ്റായിരിക്കണം. അതായത് എപ്പോഴും ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടുള്ളൂ. ദെൻ ഗുഡ് റിസർച്ച് ഈസ് വാലിഡ് ആൻഡ് വെരിഫയബിൾ. അപ്പം വാലിഡ് ആയിട്ടുള്ളൊരു റിസർച്ച് അല്ലെങ്കിൽ വെരിഫയബിൾ ആയിരിക്കണം. അതായത് റിലയബിൾ ആയിരിക്കണം. നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിലയബിൾ സോഴ്സസിൽ നിന്നൊക്കെ ഉള്ളതായിരിക്കണം. അതുപോലെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സൊക്കെ ആക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ വട്ട് എവർ യു കൺക്ലൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫൈൻഡിങ് ഈസ് കറക്റ്റ് ആൻഡ് ക്യാൻ ബി വെരിഫൈഡ് ബൈ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫൈൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ മറ്റാരെങ്കിലും കാണുന്നവർക്കും അവർക്കും വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ആ ഒരു റിസർച്ചിൽ കൊണ്ടുവരേണ്ടത്. ദെൻ ഗുഡ് റിസർച്ച് ഈസ് ലോജിക്കൽ. ഇപ്പം ലോജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് റൂൾസ് ഓഫ് റീസണിങ് ആൻഡ് ലോജിക്കൽ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. ഇപ്പം ഇൻഡക്ഷൻ ഡിഡക്ഷൻ അങ്ങനെയൊക്കെയുള്ള ആ ഒരു റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ പ്രോസസ്സൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കണം നമ്മുടെ റിസർച്ചിൽ. ദാറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്യാരിങ് ഔട്ട് റിസർച്ച്. അപ്പം എന്താണ് എപ്പോഴും ആ ഒരു ലോജിക്കൽ ഓർഡറിൽ നമുക്ക് ഈ ഒരു റിസർച്ചിനെ കൊണ്ടുപോകണം. ലോജിക്കൽ റീസണിങ് മേക്സ് റിസർച്ച് ഫീസിബിൾ ആൻഡ് മോർ മീനിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആ ഒരു ലോജിക്കൽ ഓർഡറിൽ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ദെൻ ഗുഡ് റിസർച്ച് ഡെവലപ്സ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അപ്പം ഓരോ നല്ല റിസർച്ചിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഓരോ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ അപ്പം അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ റിസർച്ചസിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ്. അപ്പം നമുക്കിപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാമ്പിളിൽ നിന്നാണ് നമ്മളൊരു കാര്യം എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പിന്നീട് എന്താണ് ജനറലൈസ് ചെയ്ത് ഒരു പോപ്പുലേഷനിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് എന്താണ് ഒരു ചെറിയ നമ്പർ ഓഫ് ആൾക്കാരിൽ നിന്ന് തുടങ്ങി നമുക്ക് ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺട്രി അല്ലെങ്കിൽ ആ ഒരു
വേൾഡിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം അത്തരത്തിൽ നമുക്ക് തിയറീസും പ്രിൻസിപ്പിളും അപ്പോൾ ഓർക്കുക, ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾ വേൾഡ് എല്ലാം കൂടി എടുത്തിട്ട് ഒരുമിച്ച് ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് ചെറിയൊരു പാർട്ട്, അതായത് സാമ്പിൾ ഒരു കുറഞ്ഞ പാർട്ട് മാത്രം എടുത്തിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്തരത്തിൽ എന്താണ് ആ ഒരു കുഞ്ഞ് സാമ്പിളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഹയർ ലെവലിലേക്ക് കൊടുത്ത് പുതിയ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് റിസർച്ച് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ റിസർച്ച് ഈസ് റെപ്ലിക്കബിൾ. ഇപ്പോൾ റെപ്ലിക്കബിൾ എന്ന് പറയുമ്പോഴെന്താണ്, നമുക്കതെന്താണ് പല ലെവലിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം നമുക്ക് എന്താണ് പല ലെവലിലും ഒരു റിസർച്ചിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പല ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, പിന്നെ എംപിരിക്കലാണ്, ദെൻ വെരിഫയബിൾ ആണ്. ഇപ്പം വാലിഡ് ആൻഡ് വെരിഫയബിൾ ആണ് ഒരു ഗുഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഒരു റിസർച്ച് വരുന്നത്. അല്ലാണ്ട് ഞാനത് ചെയ്തപ്പോൾ കറക്റ്റായിരുന്നു, മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആകണമെന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല വേണ്ടത്. ഞാനിപ്പം ഏതൊക്കെ കണ്ടീഷൻസിലാണോ ചെയ്ത് ഒരു റിസൾട്ട് കിട്ടിയത് ആ ഒരു സെയിം റിസൾട്ട് തന്നെയാണ് മറ്റുള്ളവർ ചെയ്യുമ്പോഴും ആ ഒരു റിസർച്ചിൽ നിന്നും കിട്ടേണ്ടത്. ദെൻ ഡെവലപ്സ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ റെപ്ലിക്കബിളാണ് ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്, അതായത് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണ് എന്നുള്ള ആ ഒരു പാർട്ടിലേക്ക് വരാം. എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് റിഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു ഗെയിൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് ജനറലി വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിങ് ഇറ്റ്സ് എഫിഷ്യൻസി. അപ്പം ആ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സ് ഇപ്പം നമുക്ക് എന്താണ് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു ഗെയിൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. അപ്പോൾ എപ്പോഴും ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിൻ്റെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അപ്പം നമുക്കൊരു കുറേ എന്താണ് ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ചുള്ളൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വി മസ്റ്റ് ഗെയിൻ ആൻഡ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. Educational research refers to the systematic attempt to gain better understanding of the educational process, generally with a view to improve its efficiency. Then educational research represents an activity directed towards the development of an organized body of scientific knowledge about the events with which educators are concerned. അപ്പം എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് സയൻറ്റിഫിക് നോളജ് എബൌട്ട് ദ ഇവൻറ്റ്സ് വിത്ത് വിച്ച് എഡ്യൂക്കേറ്റേഴ്സ് ആർ കൺസേൺഡ്. അപ്പം ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സയൻറ്റിഫിക് ബോഡി ഓഫ് നോളജ് ആണെന്ന് അറിയാം. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ബോഡി ഓഫ് സയൻറ്റിഫിക് നോളജ് അപ്പം എന്താണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇവൻറ്റ്സിലേക്കൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് നയിക്കുന്ന സെർട്ടൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ എന്താണ് റെപ്രസെൻറ്റ്സ് ആൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് സയൻറ്റിഫിക് നോളജ്. അപ്പം നമുക്ക് ആ ഒരു എഡ്യൂക്കേഷനുമായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഇവൻറ്റ്സിനെ എന്താണ് പ്രോപ്പറായിട്ട് എന്താണ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളജിനെ പറയുന്ന പേരാണ് എഡ്യൂക്കേഷണൽ റിസർച്ച്. ഓഫ് സെൻട്രൽ ഇമ്പോർട്ടൻസ് ആർ the behavior patterns of the peoples and particularly those to be learned through the educational process. അപ്പോൾ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ബിഹേവിയർ പാറ്റേൺസ് ഓഫ് ദ പീപ്പിൾസ്. അപ്പം കുട്ടികളുടെ ആ ഒരു ബിഹേവിയർ പാറ്റേൺസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴാണ്. Educational research is the application of scientific method to the study of educational problems. അപ്പം എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസിൽ നമുക്കെന്താണ് കറക്റ്റായിട്ടൊരു ആ ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ റിസർച്ച് ഉപയോഗിക്കാൻ പറ്റും. അതായത് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പം
റിസർച്ച് എന്ന് പറഞ്ഞൊരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് എൻക്വയറി, അല്ലെങ്കിൽ ആ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പം ആ ഒരു സയൻറ്റിഫിക് മെത്തേഡ് വഴി എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും എഡ്യൂക്കേഷണൽ റിസർച്ച് ഉപയോഗിക്കുന്നത്. അപ്പം എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ സൈഡ് തന്നെയാണ്. അപ്പം ആപ്ലിക്കേഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സയൻറ്റിഫിക് മെത്തേഡ്സാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പം ആ സയൻറ്റിഫിക് മെത്തേഡ്സ് വഴി നമുക്കെന്താണ് ഈ ഒരു എഡ്യൂക്കേഷണൽ പ്രോബ്ലംസിനൊക്കെ എന്തൊക്കെ സൊല്യൂഷൻ കൊടുക്കാമോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷണൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് നീഡ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ? അപ്പം എഡ്യൂക്കേഷണൽ റിസർച്ചിൻ്റെ നീഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഹാസ് സ്ട്രോങ് റൂട്ട്സ് ഇൻ ദ ഫീൽഡ്സ് ലൈക്ക് ഫിലോസഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സൈക്കോളജി ആൻഡ് സോഷ്യോളജി. ഇറ്റ് ഈസ് ത്രൂ ആൻ ഇൻറ്റൻസീവ് പ്രോസസ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് സൗണ്ട് തിയറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പം എഡ്യൂക്കേഷൻ ഒരു BEd എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫിലോസഫി പഠിക്കുന്നു, സൈക്കോളജി പഠിക്കുന്നു, സോഷ്യോളജി പഠിക്കുന്നു, അങ്ങനെ പല സബ്ജക്ട്സ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ഫീൽഡിൽ നിന്നാണ് എല്ലാ ഫീൽഡിലേക്കാണ് ആ ഒരു റൂട്ടും പോകുന്നത്. അപ്പം അത്തരത്തിൽ നമുക്കൊരു ഇൻറ്റൻസീവ് പ്രോസസ്സ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറിയിലൂടെയാണ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം നമുക്കെന്താണ് നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല ഫീൽഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പല പല തിയറീസും ഇത്തരത്തിലുള്ള ഫീൽഡുകളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം അത്തരത്തിലുള്ള ഫീൽഡിലേക്കും നമുക്ക് ആ ഒരു സ്റ്റഡിയെ നമുക്ക് എത്തിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തിയാൽ മാത്രമേ ഈ എഡ്യൂക്കേഷൻ ഇത്തരത്തിലുള്ള ഫീൽഡ്സൊക്കെ ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓരോരോ തിയറീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റിസർച്ച് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്, അല്ലേ? അപ്പോൾ അതൊരു ആർട്ട് ആൻഡ് സയൻസ് ആണ്. എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോർപ്പസ് ഓഫ് നോളജ്. ദർ ഈസ് നീഡ് ടു ആഡ് സയൻറ്റിഫിക് നോളജ് ടു ഇറ്റ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ്. ആസ് ആൻ ആർട്ട്, എഡ്യൂക്കേഷൻ സീക്സ് ടു ഇമ്പാർട്ട് നോളജ് എഫക്റ്റീവ്ലി. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അപ്പം സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ കോർപ്പസ് ഓഫ് നോളജ്, അല്ലേ? നമുക്ക് പാക്കറ്റ്സ് ഓഫ് നോളജ് ആണ് എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ നമുക്ക് എപ്പോഴും എഡ്യൂക്കേഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോളജിനെയാണ്. ദർ ഈസ് നീഡ് ടു ആഡ് സയൻറ്റിഫിക് നോളജ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു സയൻറ്റിഫിക് നോളജിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് വേയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ആർട്ട് എന്ന് പറയുമ്പോൾ സീക്സ് ടു ഇമ്പാർട്ട് നോളജ് എഫക്റ്റീവ്ലി. അപ്പം നമുക്ക് ആ കിട്ടുന്ന നോളജ് എങ്ങനെ പ്രോപ്പറായിട്ട് ഇമ്പാർട്ട് ചെയ്യാം എന്നുള്ളത് ദാറ്റ് ഈസ് ആൻ ആർട്ട്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അപ്പം സയൻസ് എന്ന് പറയാൻ കാരണം സയൻറ്റിഫിക് നോളജിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പിന്നെ ആ കിട്ടുന്ന നോളജ് എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും, അതൊരു കലയാണ്. അതാണ് ഇസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. സൊല്യൂഷൻസ് ബേസ്ഡ് ഓൺ റിസർച്ച് ആർ നീഡഡ് ഫോർ റിമൂവിങ് എറേഴ്സ്, ഇഗ്നറൻസ് ആൻഡ് പ്രജുഡീസ്. അപ്പം നമുക്ക് ആ ഒരു നമുക്ക് കുറേ പ്രജുഡീസ് ഉണ്ടല്ലേ. അപ്പം നമുക്ക് കുറേ മുൻധാരണകളാണ്, എല്ലാത്തിനെയും കുറിച്ച് കുറേ ധാരണകളുണ്ട്. അപ്പം ആ ധാരണകളൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന എറേഴ്സ് അതിനെയൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു റിസർച്ച് നടത്തി അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അബദ്ധധാരണകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്ഫുൾ ആകുള്ളൂ. ദർ ഈസ് നീഡ് ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ബിക്കോസ് ഓഫ് ദ ചേഞ്ചിങ് കോൺസെപ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു ചേഞ്ചിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ്, ഇപ്പം എഡ്യൂക്കേഷനിൽ വരുന്ന ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കണമെങ്കിൽ എഡ്യൂക്കേഷണൽ റിസർച്ച് തന്നെ നടത്തണം. അപ്പോൾ ആ ഒരു റിസർച്ച് നടത്തിയാൽ മാത്രമേ വാട്ട് എവർ ദ ചേഞ്ചസ് ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ റിസർച്ച് ബ്രിങ്സ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ കരിക്കുലം, ടെക്സ്റ്റ് ബുക്ക്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഇവാലുവേഷൻ എക്സെട്ര. അപ്പോൾ നമുക്കിപ്പം പണ്ട് ഉള്ള ആ ഒരു സിസ്റ്റം അല്ല അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കരിക്കുലം അല്ല നമ്മളിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്സ് അല്ല. അതുപോലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒക്കെ ഇപ്പം അറിയാമല്ലോ, നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂംസ് ആയിരുന്നു. ഇപ്പം വന്നപ്പോഴത്തേക്ക് സ്റ്റുഡൻറ്റിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം അതൊക്കെ എങ്ങനെ വന്നു? അപ്പം ഏതെങ്കിലും ഒരാളുടെ ആ ഒരു ദിവസത്തെ ഒരു ഐഡിയയിൽ നിന്നല്ല കിട്ടുന്നത്. അപ്പം ഒരു സ്പാർക്ക് വരും, അത് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാമെന്നൊക്കെ ഉള്ളത് റിസർച്ചസിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇവാലുവേഷനൊക്കെ ആണെങ്കിൽ പണ്ടത്തെ ആ ഒരു സിസ്റ്റം ഓഫ് ഇവാലുവേഷനൊക്കെ മാറി. അപ്പം അത്തരത്തിലുള്ള ഏതൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ കരിക്കുലമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ ദ റിസൾട്ട്സ് ഓഫ് ദ എഡ്യൂക്കേഷണൽ റിസർച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ റിസർച്ചിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത്.
ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? ഇപ്പം കോംപ്ലക്സിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ഡിഫിക്കൽട്ടീസ് ഇൻ ഒബ്സർവേഷൻ, ഡിഫിക്കൽട്ടീസ് ഇൻ റെപ്ലിക്കേഷൻ, ദെൻ ഇൻറ്ററാക്ഷൻ ഓഫ് ഒബ്സർവർ ആൻഡ് സബ്ജക്ട്സ്, ഡിഫിക്കൽട്ടീസ് ഇൻ കൺട്രോൾ, മെഷർമെൻറ്റ് പ്രോബ്ലംസ് ഒക്കെയാണ് മെയിനായിട്ട് എഡ്യൂക്കേഷണൽ റിസർച്ചിൽ വരുന്ന മെയിൻ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. അപ്പം സബ്ജക്റ്റ് മാറ്ററിലുള്ള കോംപ്ലക്സിറ്റി, അപ്പം എന്താണ് നമ്മളിപ്പോൾ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഇതൊന്നും ഇങ്ങനെ കണക്കാക്കാതെ അങ്ങ് പറയും. പക്ഷേ ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കുന്നൊന്നല്ല. അപ്പം നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ വി ഹാവ് ടു മെൻഷൻ ദീസ് പോയിൻറ്റ്സ്. ഓക്കെ. ദെൻ ഒബ്സർവേഷൻ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ നിന്നാണ് ഹ്യൂമൻ സബ്ജക്ട്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഒബ്സർവേഷനുകളുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്. അതുപോലെ റിപ്ലിക്കേഷൻ, ഇപ്പം നമുക്ക് ആ ഒരു സ്റ്റഡി അതുപോലെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. ഇപ്പം ഒരു ലാബിലുള്ളൊരു ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്താണ് ആ ഒരു സെയിം സംഭവത്തിന് നമുക്ക് അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്താണ് ആ ഒരു പല ആസ്പെക്ട്സ് നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ഒബ്സർവർ ആൻഡ് സബ്ജക്ട്സ്, അതായത് ഇപ്പം ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആളും അതുപോലെ ആരിലാണോ നമ്മൾ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവരും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനൊക്കെ എപ്പോഴും ആ ഒരു നല്ലൊരു രീതിയിൽ തന്നെ പോകണമെന്നില്ല. അതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസ്, അപ്പം പല പല വേരിയബിൾസ് ഉണ്ട്, എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല വേരിയബിൾസ് അതിന് ഇടയ്ക്ക് വരാനുണ്ട്. അപ്പം അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അതുപോലെ മെഷർമെൻറ്റ് പ്രോബ്ലംസ്, അപ്പം സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ആകുമ്പോൾ അവിടെയൊക്കെ കറക്റ്റ് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് അതൊക്കെ കുറച്ച് പ്രോബ്ലംസാണ്. അപ്പോൾ അതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിൽ പറയുന്നത്. ഓക്കെ.